അപ്പോഴേക്കും നമുക്ക് ചായ സമയമായി. ഇന്നിപ്പോൾ ചായ ഇല്ല, ഫ്രൂട്ടി ബിസ്ക്കറ്റാണ്. അതും കഴിച്ച് കുറച്ച് നേരം ഉമ്മാരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നപ്പോഴേക്കും ഉള്ളി കയറാൻ പറഞ്ഞു. പിന്നെ ഉള്ളി കയറി വീണ്ടും കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഉള്ളി കയറുന്നപ്പോൾ പാലക്കാടുകാരൻ്റെ തള്ളോട് തള്ളു. അതും കേട്ട് കുറച്ച് നേരം ചുറ്റം നോക്കിയിട്ട് എല്ലാവരും ബിസിയാണ്. ഫോണിൽ നോക്കിയിരിക്കുക, ഗെയിം കളിച്ചിരിക്കുക. കുറച്ച് നേരം എൻ്റെ മുടിക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നു. നമുക്ക് ഗെയിം കളിക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഗെയിമിലേക്ക് നിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഒരു ഡയലോഗ് ഫുഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് പന്തിയിൽ ഓടിപ്പോയി നിന്ന് ഫുഡ് വാങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്യൂ തന്നെയുണ്ട് ഫുഡ് വാങ്ങാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ പോയി ഫുഡ് വാങ്ങാൻ. നമ്മുടെ രണ്ടാമത്തെ പന്തിത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വീണ്ടും നമ്മുടെ പഴയ ചടങ്ങിലേക്ക് തന്നെ. സാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ കാര്യമൊന്നും മനസ്സിലാവണില്ലെങ്കിൽ ഈ പ്രാവശ്യം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, വീട്ടിൽ പോറേ എല്ലാവരും ഇനി പോയി ചായ കുടിച്ച് വീട്ടിൽ പോകോളാം. ഇതവണ ഇവിടെ മൂഞ്ചിക്കൽ തന്നെ. ചായ അവലൂസ് ഉണ്ടിയാണ് നമുക്ക് വന്നത്. അവലൂസ് ഉണ്ട് ഞാൻ തോന്നുന്നു. എന്തിട്ട് സാധനം ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരെണ്ണം ഞാനും കഴിച്ചു, ഒരെണ്ണം നന്ദണ്ണും കഴിച്ചു. അതും കഴിച്ച് അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോരണ വഴി സൈഡിൽ കാണുന്ന എല്ലാ കുഴിയിലും ചാടി. പിന്നെ മഴക്കോട്ടിട്ട് കാരണം റെസ്സുമ്പോൾ ചെളിയാവില്ല എന്നുള്ള ആ ഓവർ കോൺഫിഡൻസിൽ വരണ വഴിയിലുള്ള എല്ലാ കുണ്ടിലും കുഴിയിലും ചാടിയിട്ടാണ് വരണേ. പിന്നെ ഇവിടെ നന്തോട്ടം വണ്ടി വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ അവിടേക്ക് വരണേ. അപ്പോൾ ആളുടെ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പോയേക്കാ കൂടുതൽ നനഞ്ഞിട്ടാണ് തിരിച്ചെത്തിയേക്കണേ. ഞാൻ പോകുന്നു. ബൈ ബൈ.